ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 12th ചാപ്റ്ററായ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്ററിയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺസ് അല്ലേ. അപ്പം എന്താണ്? ചരിത്രത്തിലെ ആധാരശിലകൾ എന്നൊക്കെ പറയട്ടോ. ഗിവൺ ബിലോ ഇസ് എൻ എക്സെപ്റ്റ് from a local history prepared by Anu in the local history writing competition. എന്താണ് അവിടെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ അനു തയ്യാറാക്കിയ എന്താണ് ലോക്കൽ ഹിസ്റ്ററിൻ്റെ ഒരു ഭാഗമാണ് ചുവടെ നൽകിയിരിക്കുന്നത് കേട്ടോ. എന്താണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ലോക്കൽ ഹിസ്റ്ററിയിൽ അനു തയ്യാറാക്കിയ ഒരു ഭാഗമാണ് താഴെ തന്നിരിക്കുന്നത്. ഒരു നോക്കാം. Vizhinjam is situated 15 km away from the south of the Tirunelveli city. Since the ancient times, this coastal region has great historical and commercial importance. It is mentioned in the Sangam literature that Vizhinjam was one of the most important centers of ancient Tamilagam. എന്താണ് പറയുന്നത്? തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ സൗത്ത് മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഏൻഷ്യൻ ടൈം മുതൽ പ്രാചീന കാലം മുതൽക്ക് തന്നെ എന്താണ് ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യം ഏറെയുള്ള ഒരു കോസ്റ്റൽ റീജിയനാണ് ഇത്. പിന്നെന്താണ് പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന വിഴിഞ്ഞം എന്ന് എന്താണ് ഈ എവിടെ പറയുന്നത്? ഏൻഷ്യൻ തമിഴകത്തിലെ ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്? ഏൻഷ്യൻ തമിഴകത്തിലെ ഒരു പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞെന്ന് ഈ സംഘം ലിറ്ററേച്ചറിൽ പറയുന്നുണ്ട്. ഓക്കെ, അതിലൊക്കെ പറയുന്നുണ്ട്. ആസ് എ പോർട്ട് ആൻഡ് എ സെന്റർ ഓഫ് ട്രേഡ് ദിസ് റീജിയൻ ഹോൾഡ്സ് ആൻ ഇമ്പോർട്ടന്റ് പ്ലേസ് ഇൻ ദ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് South India. Stone inscriptions and other historic documents show that Vizhinjam was the center of a dynasty of South India during the 9th and 10th century. എന്താണ് ഒരു പോർട്ടാണ് അല്ലേ? ഈ പോർട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഒരു തുറമുഖം അല്ലെ. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം എന്താണ് ഒരു സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. CE 9-10 സെഞ്ചുറിയിൽ സൗത്ത് ഇന്ത്യയിലായ രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന് എന്താണ് എല്ലാ മറ്റ് ചരിത്ര രേഖകളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. എന്താണ് പറയുന്നത്? ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലീല തിളക്കം അടൂർ കൃഷ്ണ പിഷാരടി ഹാസ് recorded that the a lineage migrated to Vizhinjam, leaving Aikudi. After being defeated by the Pandya kings, Vizhinjam has been referred to as a Vijayapuri by the Jain saint Udyodanasuri in his work. എന്താണ് Udyodanasuri in his work? Kuvalayamala. There is a reference to the fort at Vizhinjam in the inscription of the Pandya king നെടുഞ്ചേലിയൻ. എന്താണ് പറയുന്നത് നോക്കിയ ഇവിടെ പറയുന്ന ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും എന്താണ് ഈ പ്രദേശം സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിന്റെ ഭാഗമാണ്. CE 9-10 നൂറ്റാണ്ടുകളിൽ സൗത്ത് ഇന്ത്യയിലായ രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നത് ഈ വിഴിഞ്ഞം എന്ന് ശിലാലിഖിതങ്ങളും മറ്റ് ചരിത്ര രേഖകളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ലീലാതിലകത്തിന്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണ പിഷാരടി എന്താണ് ആറ്റൂർ അല്ലെ ആറ്റൂർ കൃഷ്ണ പിഷാരടി ഹാസ് റെക്കോർഡഡ്. അദ്ദേഹം എന്താണ് പിഷാരടി പാണ്ഡ്യന്മാരാൽ പരാജിതമായ കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെ എന്താണ് ഉദ്യോധനസൂരി എന്ന ജൈന മുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്നും പരാമർശിച്ചിരിക്കുന്നു. പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയന്റെ ശാസ്ത്രത്തിൽ ഇവിടുത്തെ കോട്ടയെ പറ്റിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻ ദ ഫോറിൻ ട്രാവലോഗ് ടൈറ്റിൽഡ് പെരിപ്ലസ് ഓഫ് ദ Eritrean Sea, it is stated that Vizhinjam was an important port and trade center right from the സംഘം പീരീഡ്. എന്താണ് ഇവിടെ പറയുന്നത്? സംഘം പീരീഡിൽ, സംഘം കാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യ കൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഡ്യൂറിംഗ് ദ എക്സ്കവേഷൻ conducted by the Department of Archaeology, University of Kerala, the remains of a fort situated in this area and the near
by places were found. The name Kottapuram is still there for a place near Vietnam. The remains of Chinese and Roman vessels, other artifacts and Roman coins have been discovered from here. These archaeological findings indicate its foreign trade relations in ancient times. എന്താ ഇവിടെ പറയുന്നത്? കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഈ ഉത്ഖനനങ്ങളിൽ ഈ പ്രദേശത്തിന്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പത്രങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിന്റെ സൂചനകളായി നമുക്ക് കണക്കാക്കാം. The ancient cave temple that is situated here is a evidence for the antiquity of this place. We can find places of worship of different religions in this region where people of different communities live harmoniously. Vinyam, which was an ancient port, has now become an important harbor with modern facilities. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ഏൻഷ്യന്റ് കേവ് ഉണ്ട് അല്ലെ, ടെമ്പിൾ. ഏൻഷ്യന്റ് കേവ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാചീന ഗുഹാക്ഷേത്രം. ഈ പ്രദേശത്തിന്റെ ഒരു ആന്റിക്വിറ്റി ഓഫ് ദിസ് പ്ലേസ്, എവിഡൻസ് ഫോർ ദ ആന്റിക്വിറ്റി ഓഫ് ദി പ്ലേസ് അല്ലെ. എന്താണ്? ഈ പ്രദേശത്തിന്റെ പൗരാണികത വ്യക്തമാക്കുന്നുണ്ട്. വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. പ്രാചീന തുറമുഖമായിരുന്ന ഈ വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതെന്താ ഇവിടെ പറയുന്നത് മക്കളെ? ഇവിടെ ഇതെന്താ വെച്ചാൽ അനു തയ്യാറാക്കിയ ഒരു ഹിസ്റ്ററിയാണ് അല്ലേ. എന്തിന്റെ ഹിസ്റ്ററിയാണ്? ഈ ഏൻഷ്യന്റ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. അനു തയ്യാറാക്കിയ എന്തിനാ? ഒരു ലോക്കൽ ഹിസ്റ്ററിയാണ് അല്ലേ. അവിടുത്തെ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ അനു തയ്യാറാക്കിയ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നിങ്ങളും അങ്ങനെ എന്താക്കുക, നിങ്ങളെ നാട്ടിൽ വരുന്ന എന്തെങ്കിലും ഒരു വെച്ചിട്ട് നിങ്ങൾക്കും എന്താക്കുക, നിങ്ങൾക്കും തയ്യാറാക്കുക കേട്ടോ. നോക്കൂ, ഹാവ് യു റീഡ് ദ റൈറ്റ് അപ്പ് ഓൺ ദ ലോക്കൽ ഹിസ്റ്ററി ഗിവൺ അബൌവ്? ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ സോഴ്സസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ദിസ് റൈറ്റ് അപ്പ്? അപ്പോൾ ഇവിടെ മുകളിൽ നൽകിയിരിക്കുന്ന പ്രാദേശിക ചരിത്രക്കുറിപ്പ് വായിച്ചല്ലോ. ഈ കുറിപ്പ് തയ്യാറാക്കുന്ന എന്തെല്ലാം സോഴ്സുകളെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്താണ്? പുരാവസ്തു തെളിവുകൾ, ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങൾ, പിന്നെ ലിറ്റററി വർക്ക്സ് എന്താ, സാഹിത്യ കൃതികൾ, പിന്നെ എന്തൊക്കെയാണ് നോക്കും, എന്തൊക്കെയാണ് ഇവര് ഈ എഴുതാൻ വേണ്ടിയിട്ട് ഇവരെന്തൊക്കെ സോഴ്സാണ് തെരഞ്ഞെടുത്തത്, ഉപയോഗപ്പെടുത്തിയതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് പറയാതെ ഏൻഷ്യന്റ് കേവ് ടെമ്പിൾ അല്ലേ, ഓരോന്ന് ഇത് എടുത്തിട്ടുണ്ടാവാം അല്ലേ, ഏൻഷ്യന്റ് കേവ് ടെമ്പിൾ. പിന്നെ നമുക്ക് എന്താ ആ പ്രദേശത്തെ ഓൾഡ് ഏജ് ഇല്ലേ, വയസ്സായ ആളുകൾ അവരോട് ചോദിച്ചിട്ടുണ്ടാവും, മുതിർന്ന ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ബുക്കുകളിൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ കഴിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഓക്കെ, അതിനൊക്കെ നമുക്ക് എന്താക്കാം, ഈ പോയിന്റ് നമുക്ക് അവിടുന്നൊക്കെ എന്തായിരിക്കും ഇവര് ഇത് എഴുതാൻ വേണ്ടിയുള്ള സോഴ്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. നോക്കൂ, ഹിസ്റ്ററി ഈസ് ദസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് സയന്റിഫിക്കലി റെക്കോർഡ്സ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ evidence. Several pieces of evidence that are necessary for reconstructing history have been left behind in various forms by each period. The writing of history is the process of collecting these pieces of evidence for scientific analysis and documenting the past. എന്താ ഇവിടെ പറയുന്നത്? ഇത്തരത്തിൽ തെളിവുകളെ അടിസ്ഥാനമാക്കി നമ്മൾ പാസ്റ്റിലെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന ഒരു പഠനശാഖയാണ് എന്ത്, ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് സയന്റിഫിക്കലി റെക്കോർഡ്സ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ ദ എവിഡൻസ്. ഈ എവിഡൻസിനെ അടിസ്ഥാനമാക്കി പാസ്റ്റിലുള്ള കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് എന്ത്, ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഈ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ. അവ സമാഹരിച്ച് എന്താണ്, ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് നമ്മളെന്താ പാസ്റ്റിലെ കാലത്തെ രേഖപ്പെടുത്തുന്നതാണ് എന്ത്, നമ്മൾ ഈ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, ചിത്രരചന എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, ഒക്കെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് രേഖപ്പെടുത്തുന്നതാണ് എന്ത്, അനാലിസിസ്, സയന്റിഫിക് അനാലിസിസ് ആൻഡ് ഡോക്യുമെന്റിംഗ് ദ പാസ്റ്റ്. അതാണ് ഇത് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് ദീസ് പീസസ് ഓഫ് എവിഡൻസ് ഫോർ സയന്റിഫിക് അനാലിസിസ് ആൻഡ് ഡോക്യുമെന്റിംഗ് ദ പാസ്റ്റ്. കണ്ടോ,
ഇതാണ് ഇത് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഇതൊക്കെ സമാഹരിച്ചിട്ട് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അനാലിസിസ് ചെയ്ത് എന്താണ് പാസ്റ്റ് കാലത്തെ രേഖപ്പെടുത്തുന്നതാണ് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ യു ഹാവ് ഡിസ്കസ്ഡ് ദ വാസ്റ്റ് മുഗൾ ആൻഡ് വിജയനഗര empires and their rulers in medieval India. Unlike the history of such vast empires and kings, local history is the minute and comprehensive documentation of a small geographical region, a person or an event. എന്താ ഇവിടെ പറയുന്നത്? ഈ ഡിസ്കസ് മുഗൾ എന്താ റൂളേഴ്സ് മിഡീവൽ ഇന്ത്യ അല്ലെ, മിഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശാലമായ മുഗൾ വിജയനഗര രാജ്യങ്ങളെ കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ പ്രദേശത്തിന്റെയോ വ്യക്തിയുടെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് എന്ത് പറയുന്നത് ഇവിടെ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. ലോക്കൽ ഹിസ്റ്ററി ഈസ് ദ മൈന്യൂട്ട് ആൻഡ് കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റേഷൻ ഓഫ് എ സ്മോൾ ജോഗ്രഫിക്കൽ റീജിയൻ, എ പേഴ്സൺ ഓർ എൻ ഇവന്റ്. അതാണ് ലോക്കൽ ഹിസ്റ്ററി. എന്താണ് ഈ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ചെറിയ പ്രദേശത്തിന്റെയോ വ്യക്തിയുടെയോ സംഭവത്തിന്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയാണ് കേട്ടോ. ഹിസ്റ്ററി നോക്കൂ, ഡോക്യുമെന്റ്സ് ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ എ കൺട്രി. എന്താണ് ഹിസ്റ്ററി പറയുന്നത്? വിശാലമായ പ്രദേശത്തിന്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ സംഭവങ്ങളുടെയോ ഹിസ്റ്ററി രേഖപ്പെടുത്തുകയാണ് അല്ലെ. ഇനി എന്താണ് ലോക്കൽ ഹിസ്റ്ററി? എന്താണ് എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ, സബ്ജക്ട്സ് ഓർ ഇവന്റ്സ് അപ്പാർട്ട് ഫ്രം വേൾഡ് ഹിസ്റ്ററി, ദ ഹിസ്റ്ററി ഓഫ് എ നേഷൻ ഓർ എ പ്രൊവിൻസ്. എന്താണ് ലോക ചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യ ചരിത്രം അല്ലെ. എന്തൊക്കെയാണ്? സ്മോൾ റീജിയൻ, വേൾഡ് ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് എ നേഷൻ ഓർ എ പ്രൊവിൻസ് അല്ലെ. അതിൻ്റെയൊക്കെ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ ഒക്കെ സൂക്ഷ്മമായ ഒരു മൈന്യൂട്ട് ലെവലിലുള്ള ഒരു എൻക്വയറിയാണ് ഈ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഹിസ്റ്ററി എന്ന് നോക്കി, ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെന്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്. എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നുണ്ട് അല്ലേ. ഇനി ലോക്കൽ ഹിസ്റ്ററിയിലോ ലോക്കൽ ഫെസ്റ്റിവൽസ്, ക്യൂസിൻസ്, കസ്റ്റംസ്, ട്രഡീഷൻ ആൻഡ് ഓറൽ ട്രഡീഷൻസ് ബിക്കം എ പാർട്ട് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. എന്താ ഇവിടെ പറയുന്നത്? അവിടുത്തെ ആഘോഷങ്ങൾ അല്ലെ, ഫെസ്റ്റിവൽസ്, ലോക്കൽ ഫെസ്റ്റിവൽസും അതുപോലെ ക്യൂസിൻസ്, രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളൊക്കെ ചരിത്രരചനയുടെ ഒരു ഭാഗമാകുകയാണ് ലോക്കൽ ഹിസ്റ്ററിയിൽ. ഞാൻ ഹിസ്റ്ററിയിൽ ആക്സസ് പാസ്റ്റ് ഇവന്റ്സ്, കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ് വിത്ത് എ ബ്രോഡ് പെർസ്പെക്റ്റീവ്. പാസ്റ്റ് കാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ അല്ലെ, കൾച്ചർ, സൊസൈറ്റീസ് എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു ഹിസ്റ്ററിയിൽ. ഈ ലോക്കൽ ഹിസ്റ്ററിയിലോ ബൈ ഡെമോക്രറ്റൈസിങ് ഹിസ്റ്ററി, ഡ്യൂ റെപ്രസെന്റേഷൻ ഈസ് ഗിവൺ ടു റീജിയൻ പീപ്പിൾസ് ആൻഡ് ഇവന്റ്സ് ദാറ്റ് ഹാവ് ബീൻ ലെഫ്റ്റ് ഔട്ട് ഓഫ് മെയിൻ സ്ട്രീം ഹിസ്റ്ററി. ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാര ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം അവിടെ നൽകുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇതൊക്കെയാണ് ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്ററി ആൻഡ് ലോക്കൽ ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ കേട്ടോ. ദെൻ നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. ഇനി സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്താണ്? ചരിത്രത്തിന്റെ ആ സോഴ്സ് എവിടെ നിന്നാണ് അല്ലെ. യു ഹാവ് സീൻ ദാറ്റ് ദ ഹിസ്റ്ററി ഈസ് റിട്ടൺ ബേസ്ഡ് ഓൺ വേരിയസ് പീസസ് ഓഫ് എവിഡൻസ്. എനിത്തിങ് ദാറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ക്യാൻ ബി കോൾഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. Any object that is related to a particular period of time giving us valid information about that period is a source of writing history. എന്താണ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്? വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചരിത്ര രചന നിർവഹിക്കുന്നത് അല്ലെ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ എവിഡൻസ് ഇൻഫർമേഷൻ റൈറ്റിംഗ് ഹിസ്റ്ററി അല്ലെ. വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് റൈറ്റിംഗ് ഹിസ്റ്ററി നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഈ ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ഈ റൈറ്റിംഗ് ഹിസ്റ്ററിക്കുള്ള സോഴ്സ് എന്ന് വിളിക്കുക അല്ലെ. നിശ്ചിത കാലഘട്ടവുമായി ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ഒരു സോഴ്സ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി ആണ് അല്ലേ. ഒരു സോഴ്സ് ആണ് അല്ലേ. ഏതൊരു വസ്തു ഒരു ചരിത്ര സ്രോതസ്സാണ് അല്ലെ. ചിത്രരചനയ്ക്ക് പ്രയോജനകരമായ പ്രധാന
സോഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് ദ മെയിൻ സോഴ്സസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററീൻ്റെ മെയിൻ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഹിസ്റ്റോറിക്കൽ സോഴ്സ് നോക്കുക, ചരിത്ര സ്രോതസ്സിൽ നോക്കിയാൽ എന്താണ്? ആർക്കിയോളജിക്കൽ റിമെയിൻസ്, മോണിമെന്റ്സ്, ലിറ്റററി വർക്ക്സ്, ട്രാവലോഗ്സ്, ന്യൂസ് പേപ്പേഴ്സ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. അല്ലേ, എന്തൊക്കെയാണ് ആർക്കിയോളജിക്കൽ റിമെയിൻസ് എന്ന് പറയുമ്പോൾ എന്താ? പുരാവസ്തുക്കൾ. മോണിമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മാരകങ്ങൾ. ലിറ്റററി വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹിത്യകൃതികൾ. ട്രാവലോഗ് എന്താണ്? സഞ്ചാരക്കുറിപ്പുകൾ ഉണ്ടാവും അല്ലേ. പിന്നെ ന്യൂസ് പേപ്പർ, പത്രങ്ങൾ. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് പറയുമ്പോൾ ഔദ്യോഗിക രേഖകൾ. ഇതൊക്കെയാണെന്ത്? മെയിൻ സോഴ്സസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹിസ്റ്റോറിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ആർക്കിയോളജിക്കൽ സോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആർക്കിയോളജിക്കൽ സോഴ്സസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ലൈഫ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ വർ മെയ്ഡ്. ലെറ്റ് us get familiarized with some of them. എന്താണ് പറയുന്നത്? ഈ ആർക്കിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പുരാവസ്തു ശാസ്ത്രം അല്ലേ. ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആർക്കിയോളജിക്കൽ സോഴ്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ലൈഫ് ഇൻ ദ പീരിയഡ് ഇൻ വിച്ച് ദേ വർ മെയ്ഡ്. എന്താണ്? പുരാവസ്തു ശാസ്ത്രപരമായ സോഴ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ നൽകുന്നവയാണ്. എന്താണ് ഈ പുരാവസ്തു ശാസ്ത്രപരമായ സോഴ്സുകൾ? അവ എന്താ? നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. അവയിൽ പ്രധാനപ്പെട്ട സോഴ്സുകളെ നമുക്ക് പരിചയപ്പെട്ടാലോ? ഏതൊക്കെ ആർക്കിയോളജിക്കൽ സോഴ്സ്? ലിത്തിക് മോണിമെന്റ്സ്, കേവ്സ്, ഏൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻ, പാലസ്, കോയിൻസ്. അല്ലേ, എന്താണ്? നമുക്ക് ഓരോന്നും ലിത്തിക് മോണിമെന്റ്സ് പറഞ്ഞാൽ എന്താണ്? ശിലാസ്മാരകങ്ങൾ അല്ലെ. കേവ്സ്, ഗുഹകൾ. ഏൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയകാല എഴുത്തുകൾ അല്ലെ, പുരാലിഖിതങ്ങൾ എന്ന് പറയും അല്ലെ. പിന്നെ പാലസ്, കൊട്ടാരം. പിന്നെ കോയിൻസ്, നാണയങ്ങൾ അല്ലെ. ഇതൊക്കെയാണ് എന്ത്? ആർക്കിയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ലിത്തിക് മോണിമെന്റ് എന്താണ്? ശിലാസ്മാരകങ്ങൾ. എവറി സ്റ്റോൺ ദാറ്റ് വി സീ അറൗണ്ട് us has a story to tell. Our ancestors have left here the remains of many monuments made of large stones. അപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിന് എന്താണ്? ഓരോ കഥ പറയാറുണ്ടാവും അല്ലെ. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ ആൻസസ്റ്റേഴ്സ് എന്താണ്? ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അല്ലെ. നമ്മളെ മുമ്പ് ജീവിച്ച ആൾക്കാരല്ലേ, നമ്മളുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അല്ലെ. ഇവിടെ നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കൂ. ഇതെന്തൊക്കെയാണ്? ഇതാണ് കുടക്കല്ല് എന്ന് പറയും കേട്ടോ. എന്താണ് ഇത്? കുടക്കല്ല്. ഇതെന്താണ്? ഇതാണ് തൊപ്പിക്കല്ല്. ഇതെന്താണ്? മുനിയറ അല്ലെ. ഇതൊക്കെ എന്താണ്? നമ്മളെ ആൻസസ്റ്റേഴ്സ് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കിയ ഓരോ ഇതാണ് അല്ലെ. These lithic monuments are historical remains found out from different parts of Kerala. As these were built with huge stones, they are known as a megalithic monuments. These monuments built by our ancestors tell a lot to us about ancient times. എന്താ ഇവിടെ പറയുന്നത്? കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ഒരു ചരിത്ര ശേഷിപ്പുകളാണ് ഈ കാണുന്ന ലിത്തിക് മോണിമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ സ്മാരകങ്ങൾ വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇവയെ എന്താണ്? ഗ്രേറ്റ് എന്താണ് പറയാ? വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചത് എന്താണ്? മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പോൾ മെഗാളിത്തിക് മോണിമെന്റ്സ് എന്താണ്? ദീസ് വെർ ബിൽട്ട് വിത്ത് ഹ്യൂജ് സ്റ്റോൺസ്. ദേ ആർ നോൺ ആസ് മെഗാളിത്തിക് മോണിമെന്റ്സ് അല്ലെ. വലിയ ഹ്യൂജ് സ്റ്റോൺസിനോട് നിർമ്മിക്കപ്പെട്ട എന്താണ്? മെഗാളിത്തിക് മോണിമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ മോണിമെന്റ്സ് എന്താണ്? പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ. The remains of these lithic monuments were found at Marayur in Idukki district, Chiramanangad in Thrissur and Tavanur in Malappuram district. These were used to bury the mortal remains of our ancestors. അപ്പോൾ പോയ കാലത്തെ ചരിത്രം നമ്മുടെ എന്താണ്? ഇതിനൊക്കെ ഈ കല്ലുകളൊക്കെ കാണിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് എന്താണ് ഇത്തരത്തിലുള്ള ഈ മോണിമെന്റ്സ് ശേഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണിത് ഇവ ഉപയോഗിച്ചിരുന്നത്. നന്നങ്ങാടി അല്ലെ. ദീസ് വെർ യൂസ്ഡ് ടു ബറി ദ മോർട്ടൽ റിമെയിൻസ് ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് ആണ് ഇതൊക്കെ അല്ലെ. നോക്കൂ, എന്താ നന്നങ്ങാടി ആർ ലാർജ് ക്ലേ urns used in the megalithic period for burying dead bodies. In this big earthen jars, mortal remains are buried and covered under soil. എന്താ ഇവിടെ പറയുന്നത്? ഈ മെഗാളിത്തിക് പീരീഡില് ഈ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ
കളിമൺ ഭരണികളാണ് എന്ത് നന്നങ്ങാടികൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത മണ്ണിനടിയിൽ മൂടുന്ന ഭരണികൾ ആണ് ഇവ അല്ലെ, ഭരണികളാണ് ഇവ അല്ലെ. എന്താണ് ഈ മെഗാലിത്തിക് പീരീഡില് ആ ടൈമിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണെന്ത് ഈ നന്നങ്ങാടി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത മണ്ണിനടിയിൽ മൂടുന്ന ഒരു ഭരണികൾ ആണ് ഇവ. ഓക്കെ, ഇതാണ് നന്നങ്ങാടി. ദെൻ കേവ്സ്. ഇനി എന്താ കേവ്സ് എന്ന് പറയുന്നത്? കേവ്സ് ത്രോ ലൈറ്റ് ഓൺ ദ ഏൻഷ്യന്റ് ഹിസ്റ്ററി ഓഫ് കേരള. In these natural caves, pictures and inscriptions that refer to human life in the prehistoric period are inscribed. Some important caves are situated at Idakkal, Wayanad, Marayur, Idukki, Ankod, Thiruvananthapuram, and Tenmala and Kottakkal, Kollam. The Archaeological Survey of India (ASI) and the Department of Archaeology, Government of Kerala protect the historical important archaeological materials. എന്താ പറയുന്നത്? ഗുഹകളിലെ നമ്മളിവിടെ എന്താണ് വയനാട്ടിൽ ഉണ്ട്. വയനാട്ടിൽ ഏതാ ഉള്ളത്? ഇടക്കൽ ഗുഹ എന്ന് പറയും അല്ലേ. അതുപോലെ ഇടുക്കിയിൽ അതാ മറയൂര് ഇതൊക്കെ അല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി ഓഫ് കേരള എന്താണ് കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഈ കേവ് ഗുഹകൾ എന്ന് പറയുന്നത് അല്ലേ. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ എന്താണ് ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൽ ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ. എടക്കൽ ഗുഹ ഏതാ വയനാട്ടിലുള്ള, മറയൂർ, ഇടുക്കി, ആങ്കോട്, തിരുവനന്തപുരം, തെന്മല, കോട്ടക്കൽ, കൊല്ലം എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വിഭാഗവുമാണ് അല്ലേ, വകുപ്പുമാണെന്ത് ഇത്തരം ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത്. ആരാ ചോദിച്ചാൽ ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി ഒരു വകുപ്പാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജിയും ഗവൺമെന്റ് ഓഫ് കേരള ആണ് ഈ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നോക്കൂ. ഇടക്കൽ കേവും. Idakal cave is one of the important caves in Kerala used by our ancestors. It is located 10 km away from the Sultan Batheri in Wayanad district. The pictures, engravings inscribed on the walls of this cave give information about human beings in the Stone Age and their life. ഈ ഇടക്കൽ ഗുഹ എന്ന് പറയുന്നത് എവിടെയാണ്? വയനാട്ടിലാണ് അല്ലേ. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഏൻഷ്യൻ്റ് പീപ്പിൾസ് ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണെന്ത് ഈ ഇടക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണെന്ത് ഇടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, ഇടക്കൽ ഗുഹയിലും. ദെൻ ancient inscription ആണ്. Inscriptions are messages or statement in the form of drawings or engraving on a surface. They are inscribed on different types of sources. എന്താ അവിടെ പറയുന്നത്? ഏൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ പുരാലിഖിതങ്ങൾ അല്ലെ. ഒരു പ്രതലത്തിൽ വരച്ചതോ അല്ലെങ്കിൽ കുത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണെന്ത് ഈ ലിഖിതങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് ഒരു സ്ഥലത്ത് ഒരു പരന്ന സ്ഥലത്ത് വരച്ചതോ അല്ലെങ്കിൽ കുത്തിവെച്ചതോ ആയ ഒരു പ്രതലത്തിൽ വരച്ചതോ കുത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമാണ് എന്ത് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. വ്യത്യസ്ത പ്രതലങ്ങളിലാണ് ലിഖിതങ്ങൾ ഈ ഇൻസ്ക്രിപ്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. ദേ ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർഫസിലാണ് എന്ത് ഇത് ഇൻസ്ക്രിപ്ഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ. നോക്കൂ, ഏൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻ നോക്കൂ. മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടാവും അല്ലേ, ലോഹ തകിടുകളിലുണ്ടാവും, സ്റ്റോൺസ് കല്ലുകളിൽ അല്ലേ അവിടെയും കൊത്തിവെച്ചിട്ടുണ്ടാവും. അതുപോലെ എന്താണ് പാം ലീവ്സ് അല്ലേ, ഓലകൾ അതിലൊക്കെ എന്താണ് ഏൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട് അല്ലേ. ഓക്കെ പണ്ടുള്ള ആൾക്കാരെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന അതിലാണ് അല്ലേ. ദെൻ എപ്പിഗ്രഫി. ഇനി എന്താണ് എപ്പിഗ്രഫി? ലിഖിത പഠനം എന്താ നോക്കൂ. The study of inscriptions on stones, metal plates and palm leaves is called epigraphy. എന്താ എപ്പിഗ്രഫി പറഞ്ഞാൽ ഈ സ്റ്റോണ്, മെറ്റൽ പ്ലേറ്റ്സ്, പാം ലീവ്സ് തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണെന്ത് എപ്പിഗ്രഫി. ഓക്കെ, അതായത് ഇപ്പം മെറ്റൽ പ്ലേറ്റിലും പാം ലീവ്സിലും സ്റ്റോൺസിലും ഒക്കെ ഓരോരുത്തർ എഴുതി വെച്ചിട്ടില്ലേ, ഇൻസ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ലേ, അതിൻ്റെ പഠനത്തിനെ പറയുന്ന പേരാണെന്ത് എപ്പിഗ്രഫി. ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ. പണ്ടുള്ള ആൾക്കാർ എഴുതി വെച്ചതിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിക്കുക, അതാണ് എപ്പിഗ്രഫി. ഓക്കെ, അതിനെക്കുറിച്ച് ആ മെറ്റൽ പ്ലേറ്റിലും പാം ലീവ്സിലും സ്റ്റോൺസിലൊക്കെ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണെന്ത് എപ്പിഗ്രഫി എന്ന് പറയുന്നത് കേട്ടോ. നോക്കൂ, ഇവിടെ എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം അല്ലേ, പ്രൊക്ലമേഷൻ ആണല്ലോ ഇവിടെ വരുന്നത്. നോക്കൂ, സെവറൽ സച്ച് ഇൻസ്ക്രിപ്ഷൻസ് ഹാവ് ബീൻ ഫൗണ്ട് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് കേരള.
തരിശപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ കൊല്ലം, ജെവിഷ് കോപ്പർ പ്ലേറ്റ് മട്ടാഞ്ചേരി, പാലിയം copper plate Alappuzha are major inscriptions found in Kerala. The Kerala State Archives Department supervises the collection and the conservation of ancient inscriptions in Kerala. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ഇൻസ്ക്രിപ്ഷൻസ് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. തരിസാപ്പള്ളി ലിഖിതം, അതുപോലെ എന്താണ് ജൂതശാസനം മട്ടാഞ്ചേരി, പാലിയം ശാസനം എന്താണ് പാലിയം കോപ്പർ പ്ലേറ്റ് ആലപ്പുഴ, പിന്നെന്താണ് എന്നിവ കേരളത്തിലെ പ്രധാന മേജർ ഇൻസ്ക്രിപ്ഷൻസ് ആണ് അല്ലേ. ഫൗണ്ട് ഇൻ കേരളത്തിൽ കണ്ടെത്തിയ ഇൻസ്ക്രിപ്ഷൻസ് ആണ് കേരളത്തിൽ. അതുപോലെ എന്താണ് ദ കേരള സ്റ്റേറ്റ് ആർച്ചീവ്സ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസസ് ദ കളക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻ ഇൻ കേരള. കേരളത്തിൽ ഈ ഏൻഷ്യന്റ് ഇൻസ്ക്രിപ്ഷൻസിൻ്റെ ശേഖരണവും സംരക്ഷണവും ഒക്കെ കേരള ആർക്കീവ്സ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസ് ആണ് നിർവഹിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഈ ഫോർട്ട്സ് ആൻഡ് പാലസസ്. എന്താണ് ഫോർട്ട്സ് പറഞ്ഞാൽ കോട്ടകൾ അല്ലേ, പാലസസ് എന്ന് പറഞ്ഞാൽ എന്താ കൊട്ടാരങ്ങൾ. ഫോർട്ട്സ് ദാറ്റ് ഫോർട്ട് പറഞ്ഞാൽ എന്താണ്, ഫോർട്ടും വ്യത്യാസമില്ലേ ഉണ്ട് അല്ലേ. ഫോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ട, പോർട്ട് പറഞ്ഞാൽ എന്താണ് കപ്പലൊക്കെ അടുപ്പിക്കുന്ന പോർട്ട് ഉണ്ടല്ലോ അത് അല്ലേ. ഓക്കെ, അത് ഫോർട്ടാണ് കേട്ടോ. ഫോർട്ട് പറഞ്ഞാൽ കോട്ടയാണ് കേട്ടോ. ഓക്കെ, forts that were built for the security of the country, military purpose and trade can be used as sources for writing history. Forts give us information on the different phases of Kerala and its rulers. Bekal Fort, Kannur Fort, Palakkad Fort and Anjuteng Fort are the major forts in Kerala. Are there similar forts in your locality? അപ്പോൾ രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിരുന്ന കോട്ടകളെ ചരിത്ര രചനയ്ക്കുള്ള പ്രധാന സോഴ്സുകളായി നമുക്ക് പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടത്തെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നത് അല്ലേ. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ എന്താണ് കേരളത്തിലെ മേജർ ആയിട്ടുള്ള ഫോർട്സുകളാണ് അല്ലേ. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള ഫോർട്സ് നിലവിലുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈക്ക് ഫോർട്സ്, പാലസസ് ഓൾസോ ഹാവ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. ദ നെയിംസ് ഓഫ് സം ഇമ്പോർട്ടൻറ്റ് പാലസസ് ഇൻ കേരള are given below. Expands the list by including the names of palaces you know. എന്താണ് കോട്ടകളെ പോലെ തന്നെ എന്താണ് ചരിത്ര പ്രാധാന്യമുള്ളതാണ് എന്ത് കൊട്ടാരങ്ങൾ അല്ലേ, പാലസ്. കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകൾ ചുവടെ നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കൊട്ടാരങ്ങളെ ഉൾപ്പെടുത്തി പട്ടിക എന്താക്കുക, വിപുലപ്പെടുത്തുക അല്ലേ. നിങ്ങൾക്ക് താഴെ എഴുതുക. നോക്കൂ, പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, പിന്നെന്താ കിളിമാനൂർ പാലസ്, പിന്നെ അറയ്ക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്, ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ ഏതൊക്കെ അറിയുന്നത്, നിങ്ങളുടെ നാട്ടിലുള്ള ഏതൊക്കെയുണ്ടോ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ് കേരളത്തിലുള്ള ഈ പാലസുകളാണ് അല്ലേ, പത്മനാഭപുരം പാലസൊക്കെ അല്ലേ. ഇത് നോക്കൂ, ബേക്കൽ ഫോർട്ട് എന്താന്ന് നോക്കി ഇവിടെ കണ്ടോ, ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ട്, ദ ബിഗ്ഗസ്റ്റ് ഫോർട്ട് ഇൻ കേരള, ബിൽറ്റ് ഇൻ ദ 17th century, is situated in പള്ളിക്കര village in Kasaragod district. There are armories, lattice windows that open to the sea, spaces to encounter the enemies who approach from the sea, secret cellars, hideout and water reservoirs in the fort. ബേക്കൽ കോട്ട എന്താ 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട അല്ലെ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭം അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവയൊക്കെ എന്താണ് ഈ കോട്ടയിലുണ്ട് അല്ലേ. ഓക്കെ, ഈ ബേക്കൽ കോട്ട കണ്ടുവരുന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബേക്കൽ കോട്ട പറഞ്ഞാൽ എവിടെയാണുള്ളത്, ആ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഈ കോട്ടയ്ക്കുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആർമറീസ് അല്ലേ, ലാറ്റിസ് വിൻഡോസ്. ആർമറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആയുധപ്പുരകളുണ്ട്, പിന്നെ എന്താണ് ചെറിയ കിളിവാതിലുണ്ട്, കടൽ തോഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങളുണ്ട്, പിന്നെന്താ വരുന്നത് സീക്രട്ട് സെല്ലാസ് ഉണ്ട് അല്ലേ, രഹസ്യ ഭൂഗർഭ അറകളുണ്ട്, അതുപോലെ ഹൈഡ് ഔട്ട് അല്ലേ, ഒളിത്താവളങ്ങളുണ്ട്, പിന്നെ വാട്ടർ റിസർവോയേഴ്സ് ഇൻ ദ ഫോർട്ടിൽ ജലസംഭരണി എന്നിവയൊക്കെ എന്താ ഈ ഫോർട്ടിലുണ്ട്. ഓക്കെ, ദെൻ ഈ കോയിൻസ് ആണ് കേട്ടോ. കോയിൻസ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. ദേ ഗീവ് അസ് ഇൻഫോർമേഷൻ ഓൺ ദ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ദ പീരിയഡ് ഇൻ വിച്ച് ദേ were used. The study of coins is called ന്യൂമിസ്മാറ്റിക്സ്. എന്താ അവിടെ പറയുന്നത്, നാണയങ്ങളാണ് അല്ലേ. ഈ കോയിൻസ് പ്രധാന ചരിത്ര സോഴ്സുകളാണ് അല്ലേ. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ഈ എക്കണോമിക് ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള, കൾച്ചറായി എന്താണ്
കൾച്ചറൽ ഹിസ്റ്ററി ഒക്കെ കുറിച്ചൊക്കെ എന്താണ് അവ നമുക്ക് അറിവ് നൽകുന്നുണ്ട് അല്ലേ. ഈ കോയിൻസിനെ കുറിച്ചുള്ള പഠനത്തിന് എന്താണ് പറയുന്നത്, എന്താണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയും കേട്ടോ, നാണയശാസ്ത്രം എന്നാണ് പറയുന്നത്. ഓക്കെ, then the pictures of coins that were found from different parts of Kerala are given below. They are known under the names Kachu, Kachu, Panam, Anandarayan Panam and Sultan Kashu. What can we learn from these coins issued at different times? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണല്ലേ, കോയിൻസിന്റെ ചിത്രങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകളിൽ ഇവ അറിയപ്പെടുന്നുണ്ട്. വിവിധ കാലങ്ങളിൽ പുറത്തിറങ്ങിയ ഈ നാണയങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വായിച്ചെടുക്കാൻ കഴിയുക? നമുക്ക് എന്താണ് അതിൽ വർഷം ഉണ്ടാവും അല്ലേ. എന്താണ് ദ പീരീഡ് ഇൻ വിച്ച് ദ കോയിൻ വാസ് മെയ്ഡ്, ഈ കോയിൻ നിർമ്മിക്കപ്പെട്ട ആ വർഷം കാലഘട്ടം ഉണ്ടാവും. ദ അതോറിറ്റീസ് ഹു മെയ്ഡ് ദ കോയിൻസ് ആൻഡ് റിലീസ് ദം, നാണയം പുറത്തിറക്കിയ ഭരണാധികാരികളെ കുറിച്ചുണ്ടാവും ഇല്ലേ, അവരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, പലതും ഉണ്ടല്ലേ, ഒട്ടകാശ് എന്നൊക്കെ പറയുന്ന പണ്ട് ഉണ്ടായിരുന്നു അല്ലേ, അതൊക്കെയാണിത് കേട്ടോ. ദെൻ ഇനി എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ, വീരരായൻ പണം. എന്താണ് വീരരായൻ പണം? വാസ് എ കോയിൻ ദാറ്റ് വാസ് പോപ്പുലർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ദ Zamorins of Calicut. There were coins named Old Veerarayan and New Veerarayan. These coins came into use from 1667 onwards. Foreigners called these coins Panpanam, gold coin, as they were made of gold. The insignia Namakuri used by the Vaishnavites on their forehead, the sign of the lion, the sun, etc. can be seen on them. എന്താ വീരരായൻ പണം? കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണിത് ഈ വീരരായൻ പണം എന്ന് പറയുന്നത് കേട്ടോ. പഴയ വീരരായന്, പുതിയ വീരരായൻ എന്നീ രണ്ട് വിധത്തിൽ എന്താണ് കോയിൻസ് നിലവിലുണ്ടായിരുന്നു. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശീയർ എന്താണ് ഗോൾഡ് കോയിൻ, പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. ഈ വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമകുറി, സൂര്യന്റെ അടയാളം, സിംഹത്തിന്റെ അടയാളം തുടങ്ങിയവ എന്താണ് ഇതിൽ കാണാവുന്നതാണ്. ഓക്കെ, ഇതാണ് വീരരായൻ പണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക കേട്ടോ. ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്, ഏതായിരുന്നു? ആർക്കിയോളജിക്കൽ സോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ദിക് മോണിമെന്റ് എന്താ പഠിച്ചത്, കേവ്, ഏൻഷ്യൻ ഇൻസ്ക്രിപ്ഷൻ, പാലസ്, കോയിൻസ് ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ആർക്കിയോളജിക്കൽ സോഴ്സാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ഹിസ്റ്റോറിക്കൽ മോണിമെന്റ്സ് ആണ് കേട്ടോ.